ഹായ്, നമസ്കാരം പ്രിയരെ. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നൊരു വിഷയം എന്ന് പറയുന്നത് വളരെ പ്രയാസമുണ്ടാക്കിയ ഒരു കാര്യം, എനിക്ക് വളരെ പ്രയാസമുണ്ടാക്കിയ ഒരു കാര്യം എൻ്റെ സൗഹൃദങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. മറ്റൊന്നുമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള റെഡ് ക്രസൻറ്റ് സൊസൈറ്റി, കുവൈറ്റ് റെഡ് ക്രസൻറ്റ് സൊസൈറ്റിയുടെ ഒരു സ്റ്റാഫുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചതിനിടയിൽ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം അത് എനിക്ക് വല്ലാതെ മനസ്സിൽ തട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നീട് ഞാൻ കുറേ തവണ അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, മുമ്പ് കുവൈറ്റ് റെഡ് ക്രസൻറ്റ് സൊസൈറ്റി ദുരന്തമുഖങ്ങളിലേക്ക് ഈ പഴയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് അയച്ചു കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അതൊക്കെ അവർ നിർത്തിയിരിക്കുകയാണ്. കുറച്ച് കാലമായിട്ട് അവർ നിർത്തി, പഴയത് വാങ്ങണില്ല, പുതിയത് മാത്രമേ അവർ സ്വീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ പറയാൻ വേണ്ടി വന്നത്, 2 ദിവസം മുമ്പ് ഞാനൊരു ന്യൂസ് കണ്ടു. അപ്പം അന്ന് മുതൽ ഞാനിങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചൊരു വിഷയമാണ്. പല കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല. മറ്റൊന്നുമല്ല, നമ്മളെയൊക്കെ വളരെ പ്രയാസപ്പെടുത്തിയ, വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണല്ലോ നമ്മുടെ വയനാടുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ വയനാട് ദുരന്തഭൂമിയിലേക്ക് പലരും പല സഹായങ്ങളും തങ്ങളാലാവുന്ന വിധത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആരും ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ എനിക്ക് മനസ്സിൽ വേദനിപ്പിച്ചൊരു വിഷയം എന്ന് പറയുന്നത്, ആ ദുരന്തമുഖത്തേക്ക് വന്ന സാധനങ്ങളിൽ 7 ടണ്ണോളം സാധനങ്ങൾ, അതായത് വസ്ത്രങ്ങൾ, തുണിത്തരങ്ങൾ, കുഴിയെടുത്ത് മൂടേണ്ടുന്നൊരവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. അത്രയ്ക്ക് അത് ഉപയോഗശൂന്യമായിരുന്നു, ഉപയോഗിക്കാൻ പറ്റാത്തതായിരുന്നു എന്ന് പറയുന്നു. എന്താണ് എൻ്റെ സൗഹൃദമായി ഇതിന് പറയേണ്ടത്? കാരണം ഞാൻ മനസ്സിലാക്കിയത്, നമ്മളൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇഷ്ടപ്പെട്ടത് കൊടുക്കണമെന്നാണ് എൻ്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ഒരു പങ്ക്, അതാണ് എൻ്റെ എൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ എനിക്ക് വേണ്ടാത്ത, ആവശ്യമില്ലാത്ത, ഞാൻ വലിച്ചെറിയാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ സംഭാവന ചെയ്യാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ആരും നിങ്ങളെ നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ തന്നേ മതിയാവുള്ളൂ എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഒരു വിഷയം. കാരണം ആ ദുരന്തമുഖത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അവിടത്തേക്ക് വന്നത് ഇങ്ങനെ കൂടി ആകുമ്പം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മാനസിക നില എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തു തന്നെയായാലും പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു നന്മ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണെങ്കിൽ അതൊരു പ്രയാസപ്പെടുത്തുന്ന വിധത്തിലാവാതിരിക്കട്ടെ. നമ്മൾക്ക് നല്ലത് മാത്രം ഉണ്ടാവട്ടെ. ഇനിയെങ്കിലും നമ്മുടെ സമൂഹം കണ്ണു തുറന്ന് ചിന്തിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസകളോടെ, നന്ദി, നമസ്കാരം.